ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സരയു താരയുമായി സംസാരിക്കുകയാണ്. അങ്ങനെ സരയു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അറിയാലോ നിങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും ആ സമയത്തും നിങ്ങളോട് എനിക്ക് വലിയ പകയായിരുന്നു. തന്നെയല്ല എൻ്റെ അമ്മ, അതായത് ആശുപത്രിയിൽ കിടക്കുന്ന എൻ്റെ അമ്മ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു ആള് ഏർപ്പാടാക്കുന്നില്ല, ഞാൻ ഏർപ്പാടാക്കിയ ആ കൊട്ടേഷൻ ടീം ഇപ്പം എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് അവർ എന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ അവർ പുറത്തു കൊണ്ടുവരുമെന്നാണ് എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങളോട് ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ അമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് ഇതൊന്നും പുറത്തു പോകരുത്, അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അറിയാലോ, നിങ്ങളെയും ഞാൻ കൊല്ലും, എനിക്ക് കിരണിനെ കിട്ടണം, അതിനു വേണ്ടി നിങ്ങളെയും ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ ഞാൻ കല്യാണിയുമായിട്ട് ഞാൻ എന്തായാലും ഏതെങ്കിലും സൈറ്റിലേക്ക് പോകും, അവിടെ നിന്ന് അവളെ ഞാൻ കൊല്ലും, അത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ്. അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്ക് അവനെ നഷ്ടമാകും. ആ കിരണ് അവൾ വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനും അവളും തമ്മിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഭാര്യയായി ഞാനിപ്പോൾ വന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ താര ചോദിക്കാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ മോളെ എന്ന് ചോദിക്കുമ്പോൾ, പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ ജീവിച്ചാൽ മതിയായിരിക്കും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയും ഒരുപാട് നേടിയെടുക്കാനുണ്ട്, എനിക്കിങ്ങനെ ജീവിച്ചാൽ പറ്റില്ല എന്നൊക്കെ മറുപടി പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെ തന്നെയാണ് കാണിക്കുന്നത്. കല്യാണിയാണെങ്കിൽ ഓഫീസിൽ എങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നത്. അങ്ങനെ അവൾ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ആ മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് താരയാൻറ്റിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് മനസ്സിൽ കരുതിയിട്ട് മോളെ സൂക്ഷിക്കണേ എന്നാണ് ആ മെസ്സേജ്. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുള്ളൂ, എന്താ ആൻറ്റിക്ക് പറ്റിയത്, ആൻറ്റിയുടെ മനസ്സിൽ എന്താണാവോ, എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി കാറിൽ വന്നിറങ്ങുകയാണ്, സൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് അവൾ വന്നിട്ടുള്ളത്. അങ്ങനെ അവൾ ആ വലിയ ബിൽഡിങ്ങിലേക്ക് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ തൊഴിലാളികളൊക്കെ അവിടെ എങ്ങനെയുണ്ട്, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. കല്യാണി വരുന്ന കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, അതെ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല മാഡം, നല്ലതാണ്, ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്ന് പറയാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പറയണേ എന്ന് പറയുമ്പോൾ, ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കെല്ലാവർക്കും തൊഴിലാളികൾക്കെല്ലാവർക്കും ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പിടിക്കില്ല, പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിന് ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പൈസ വേണ്ട ഫ്രീ ആയി ചികിത്സിക്കാം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അതൊക്കെ ഞങ്ങൾ ചെയ്യും, പക്ഷേ ഈ വർക്കിൽ മായം ചേർക്കരുത്, വെള്ളം ചേർക്കരുത്, അറിയാലോ എന്നിങ്ങനെ പറയുകയാണ്. ഇല്ല മേഡം എന്ന് പറയുകയാണ്. അതെ നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ കെട്ടി അവർക്ക് താക്കോല് കൈമാറുന്ന സമയത്ത് അവർക്ക് സംതൃപ്തി ഉണ്ടാകണം, അവർ വിളിച്ചിട്ട് പറയണം എല്ലാതും നല്ല ഭംഗിയായി തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന്, അതുകൊണ്ട് അവിടെയാണ് നമുക്ക് വിജയം വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കല്യാണി മുകളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ്. ആ സമയത്താണെങ്കിൽ സരയു അങ്ങനെ കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഹരിസാർ അവിടേക്ക് വരുന്നത്. ഹരിസാർ ഒരു ഫയൽ കൊണ്ട് സരയുന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കല്യാണി എന്തേ സാറേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സരയു. അപ്പോൾ ആ സമയത്ത് കല്യാണി മേഡം സൈറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ ഞാൻ ചെയ്ത വർക്കിൻ്റെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. ഞാനും കൂടി പോയായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിനെന്താ, കല്യാണി എന്തായാലും അവിടെ എത്തിക്കാണുള്ളൂ, സരയു പൊക്കോ, ഞാൻ എന്തായാലും വണ്ടി ഏർപ്പാടാക്കാമെന്ന് പറയുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ, എൻ്റെ ഐഡിയയും കല്യാണിയുടെ ഐഡിയ ഒക്കെ ആകുമ്പോഴും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് ഇനിയിപ്പോൾ എന്തായാലും കല്യാണി ചെയ്തത് ഇനിയിപ്പോൾ എന്തായാലും അത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സരയുന് ഇനിയിപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് പോയാലും വേറെ എവിടെ പോയാലും സരയുന് പിടിച്ചിരിക്കാൻ പറ്റും, സരയുന് അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ സരയുൻ്റെ വർക്കുകളൊന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഹരിസാർ പറയുകയാണ്. എന്തായാലും നമ്മുടെ സരയുന് വണ്ടി ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ഹരിസാർ. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുവും അവിടേക്ക് വരികയാണ് കല്യാണിയുടെ അരികിലേക്ക്. അപ്പോൾ അവൾ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ആദ്യത്തെ നിലയിലേക്ക് അവൾക്ക് എത്തിയതിന് ശേഷം അവളങ്ങനെ
കല്യാണിയും അവളും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആ സരയു എന്ന് ചോദിക്കുകയാണ്. നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ മനസ്സിലും ചില പ്ലാനുകളുണ്ട്, അതൊക്കെ നിന്നോട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അതിനെന്താ കല്യാണി, അതിനെന്താ സരയു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമുക്കെന്തായാലും അടുത്ത റൂമിലോട്ട് പോകാമെന്ന് നമ്മുടെ കല്യാണി പറയുമ്പോൾ റൂമിലോട്ട് ഇപ്പോൾ പോകണ്ട, നമുക്കെന്തായാലും മുകളിലോട്ട് പോകാം, അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകാമെന്ന് സരയു പറയുകയാണ്. ശരി എന്നാ വായു എന്നും പറഞ്ഞിട്ട് തന്ത്രപൂർവ്വം നമ്മുടെ സരയു കല്യാണിയെ വീണ്ടും മുകളിലേക്ക് കയറ്റുകയാണ്, അടുത്ത നിലയിലോട്ട്. അങ്ങനെ അവർ രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് കല്യാണിയാണെങ്കിൽ സരയു പുറകിൽ നിൽക്കുകയാണ്. കല്യാണിയാണെങ്കിൽ ഇവിടെ ഇന്നതുപോലെ ചെയ്യണം, ഇവിടെ ഇങ്ങനെയാക്കാം അങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവൾ അങ്ങനെ സംസാരിച്ച് അവൾ ആ ബിൽഡിങ്ങിൻ്റെ ആ തെല്ല് ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു ഒന്ന് ചുറ്റിലും നോക്കുന്നുണ്ട്, അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവളുടെ കൈകൾ കല്യാണിയുടെ പുറകിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. കല്യാണിയെ തൊട്ടില്ല എന്ന് വന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് കിരണിന്റെ വിളി, കല്യാണി എന്ന്. പെട്ടെന്ന് സരയു കൈ താത്തുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിരണാണ് നിൽക്കുന്നത്. ആ കിരണേട്ടനോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ അരികിലേക്ക് കിരൺ വന്നിട്ട് പറയുന്നുണ്ട്, സരയു എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ കല്യാണിക്ക് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ, അതിന് നിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഉള്ളത് കല്യാണിൻ്റെ വർക്കല്ലേ, ഇൻറ്റീരിയർ വർക്കല്ലേ, അതിനെന്തിനാ നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, എൻ്റെ മനസ്സിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നിന്റെ അമ്മയെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്, ICUവിൽ നിന്നും നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നീ എന്തായാലും അവിടേക്ക് ചെല്ല്, കല്യാണി നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ ഇവളുടെ അമ്മയുടെ അരികിലേക്ക് ആക്കിയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നീ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ പോകുന്നില്ല, ഞാൻ എന്തായാലും അടുത്തൊരു സൈറ്റിലേക്ക് പോകണം, അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ കിരണേട്ട എന്ന് കല്യാണി മറുപടി അറിയാണ്. ശരി എന്നാൽ വാ സരയു നമുക്ക് പോകാമെന്നും പറഞ്ഞ് സരയുവിനെ വിളിച്ച് അവിടെ നിന്നും കിരൺ കൊണ്ടുപോകണം. സരയിന് ആകെ അബദ്ധമായി എന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും കല്യാണി നമ്മുടെ കിരണും സരയും കൂടി കാറിൽ അങ്ങനെ പോവുകയാണ്. ആ സമയത്തും ഈ പറയുന്ന മനോഹറിനെ പറ്റിയിട്ട് നമ്മുടെ താരയെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് കിരൺ. നീ ചോദിച്ചു ആൻറ്റിയോട് ആൻറ്റിയുടെ മനസ്സിൽ എന്താ വിഷമമെന്ന്. എനിക്കറിയില്ല കിരണേ, ഒറ്റയ്ക്കല്ലേ അമ്മ ഇരിക്കുന്നത്, അപ്പം അമ്മ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചിന്തിച്ചു കൂട്ടാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ ഇതൊക്കെ മനസ്സിലുള്ളതൊക്കെ ചോദിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യമായി പറയുന്നു എൻ്റെ അമ്മയുടെ കൂടെ വന്ന് താരയാൻറ്റി നീയും നിൽക്കാനായിട്ട്, അങ്ങനെയാണെങ്കിലും ഈ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ താരയെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശാരിയാണെങ്കിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, വേദനയുണ്ട്, അങ്ങനെ മുഖത്തായൊരു വേദന കാണിച്ച് അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് കിരണും സരയും കൂടി അവിടേക്ക് വരികയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്